ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? മത്തങ്ങ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. നമുക്ക് മത്തങ്ങ വേവാനുള്ള വെള്ളം ചേർത്തിട്ട് 3 വിസിൽ വിട്ടെടുക്കാം. മത്തങ്ങ വേവുമ്പോഴേക്കും 1/2 കപ്പ് റവ പൊടിച്ചെടുക്കാട്ട. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല. അതുപോലെ റവയ്ക്ക് പകരം അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. മത്തങ്ങ 3 വിസിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് നല്ലോണം ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം ഉടച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കുന്നുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് വറുത്തെടുക്കാം. കാഷ്യൂ ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് ചൂടാവട്ടെ. നാളികേരം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര, ഒരു നുള്ളു ഉപ്പ്, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മത്തങ്ങയുടെ കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തോളൂട്ടെ. ഇതൊന്ന് നല്ലോണം തിളച്ചോട്ടെ. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പാലൊന്ന് തിളക്കട്ടെ. പാല് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ റവ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. റവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. റവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാനിൽ നിന്ന് നല്ലോണം വിട്ട് വരാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് വേണ്ടി വന്നു ഈ പാകമാക്കി എടുക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഇടയിൽ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് തണുത്തതിൻ്റെ ശേഷം എടുത്ത് കഴിക്കാം. അല്ല ഏതെങ്കിലും പാത്രത്തിൽ ഇട്ടിട്ട് ഷേപ്പ് ആക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഞാനിപ്പോൾ ഷേപ്പ് ആക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ നെയ്യൊക്കെ പരത്തി കുറച്ച് എള്ള് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിട്ടാ. വീഡിയോന് ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ അതുപോലെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇപ്പം തന്നെ കമുത്തൊക്കെ ചെയ്യാട്ടാ. പക്ഷെ ഞാൻ ഒരു 10 മിനിറ്റ് ഇതൊന്നും തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകൂട്ട. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നമുക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.